അപ്പോഴേ ഇന്നിപ്പോൾ വിശേഷം നമ്മൾ ചെറുകര റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയല്ലേ, അപ്പോൾ നിലമ്പൂർ പോവാം. നിലമ്പൂർ എന്ന് വെച്ചിട്ട് ഏട്ടൻ്റെ വീട് നിലമ്പൂരാണ്. ഏട്ടൻ്റെ കുടുംബത്തിലാണ്. അതിന് പോകുമ്പോൾ രാജേട്ടനും കുട്ടികളും രണ്ടാളുകൊണ്ട് ഞാനും കേട്ടോ. 7:45 മണിക്കായി. അപ്പോൾ അതിന് നമ്മൾ പോകും കേട്ടോ. എന്താ വെച്ചിട്ടാ ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ. അപ്പം ഇന്നലെ ചെല്ലാൻ പറഞ്ഞു കേട്ടോ. വൈകുന്നേരം ട്രെയിനിന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഈവനിങ്ങിലാണ് ഡ്യൂട്ടി എടുത്തത് കേട്ടോ. പിന്നെ ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പം ഇന്ന് 4 മണിക്ക് പുലർച്ചെ 4 മണിക്കാണ് കേട്ടോ ഗണപതി ഹോമം. പിന്നെ പാലുകാച്ചലുണ്ട്. പിന്നെ ചെറിയൊരു സദ്യ. എല്ലാവരോടും കേമായിട്ടൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പോയിട്ട് വരാൻ വൈകുന്നേരത്തേക്ക് കഴിഞ്ഞ് നല്ല പോയാണ്. അപ്പോൾ നാളെ പോയിട്ടുണ്ടാവില്ല. തീപ്പെട്ടിയില്ല കുഞ്ഞോളെ, തീപ്പെട്ടി അതിനെ പറഞ്ഞത് ഇത് പോരെണ്ണ. അപ്പൊ എല്ലാരോടും ഇതും കൊണ്ട് പോണ്ടേ, ഇതും കൊണ്ട് പോണേ, അതുകൊണ്ട് പോയി കറങ്ങി ഇടതുവശം ട്രെയിനിന് പോന്നല്ലേ. അമ്മ ഇതേ നമ്മൾ സേമിയ പായസം കുറച്ചുണ്ടാക്കുക കേട്ടോ. പാലുകാച്ചിനെ കഴിഞ്ഞാൽ പാല് നമ്മള് മധുരക്കിട്ട് എല്ലാവർക്കും കുറച്ച് കുടിക്കാൻ കൊടുത്തിട്ടോ. വേറെ പോലെ നമ്മള് കാറ്ററിംഗ് ഭക്ഷണമൊക്കെ നമ്മളെ ഏൽപ്പിച്ചില്ല കേട്ടോ. സദ്യ ഗണപതി ഹോമം കഴിയുമ്പോൾ നമുക്കിവിടെ ടീസൈറ്റ് കൂടാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മള് സദ്യയിലെ അപ്പോ സേമിയം ഇവിടെ കുറച്ച് പായസം കാറ്ററിംഗിൽ അതപ്പോൾ എന്തെങ്കിലും ആയിരിക്കും പായസം വെക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയാം. നമ്പരുണ്ട് എന്താണെന്നോ നമ്മുടെ ഭക്ഷണം വളമ്പടേൻ്റെ മുന്നേ നമ്മൾ ഇറച്ചി പോയവർക്കൊക്കെ ഉണ്ടാകും. ഞങ്ങൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാട്ടോ. അതുപോലെ തന്നെ ഇറച്ചി നോക്കാൻ വേണ്ടിയിട്ട് വിശ്വാസം കേട്ടോ. വളം വെച്ചിട്ട് പായസം, ചോറ്, പപ്പടം സമയം 1:30 എല്ലാവരും ചോറിന് കഴിഞ്ഞു. ഞാനും ചെറിയ മാത്രവും അമ്മവും അതാ വിഭവങ്ങൾ ഇതാട്ടോ. ചാറ്, പയറുകറി, ഇത് കാണാനോ ഞാൻ കാണിക്കും. അവിയല്, ഇത് പച്ചടിയാണ് കേട്ടോ. പുളിയിഞ്ചി, മസാലക്കറി, പപ്പടം, സാമ്പാർ. ഇനി രസമുണ്ട്. ഇനി മോരും ഉണ്ട് കേട്ടോ. ഇനി പായസത സേമിയ ഇവിടെ ഞാൻ ഉണ്ടാക്കിയതാണേ. എനിക്ക് ലേശം അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. ഇതാണ് കേട്ടോ വീട്. ഞാൻ കാണിച്ചു തരാം. വീഴാൻ പോകുന്നുണ്ട്. ഇവിടെ ഉള്ള ആൾക്കാരൊന്നും കാണിക്കണില്ല, അവർക്കൊന്നും ഇതിന് താല്പര്യമില്ല. ഇതാണ് ഹാള്. ഇതാ നമ്മുടെ ഏട്ടൻ്റെ കുട്ടിയാണ്. അവൻ TV എടുത്തിരിക്കുക. അച്ഛനാണ്. ഇതിവിടെ പൂജാറുകൾ പോലെ കേട്ടോ. പിന്നെ
ഇത് ഇവിടെ ഒരു റൂം, ബാത്റൂം, നമ്മളെ ഡൈനിങ് ഹാള്, ഇവിടെ അടുക്കള. ഇനി ഇവിടെ അങ്ങനെ വന്നിട്ട് മുകളിലേക്ക് മുകളിൽ റൂമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. സ്റ്റെപ്പ്. അയ്യോ, ഇവിടെ കണ്ടോ, ഇതാണ് കേട്ടോ കൊന്ന. നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് കൊന്ന. കൊന്ന നല്ല വലിയുണ്ട്. അതുപോലെ തന്നെ മാവ്. ഇവിടെ ഇനി വേണമെങ്കിൽ 2 റൂമൊക്കെ എടുക്കാം കേട്ടോ. ഇതുണ്ട് മാങ്ങ താഴെയാണ്, മഴ വാങ്ങിക്കണ്ട്. അപ്പോൾ ഇതാ ഇത്രയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ 4:20 ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമുക്കതിന് പോകാനായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരാമല്ലോ. മറ്റേത് വീട്ടിലേക്ക് ഞാൻ അങ്ങനെ പോവാറില്ല കേട്ടോ. അവിടെ പിന്നെ ഏട്ടൻ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ഏട്ടൻ മാത്രം. ഇനിയിപ്പോൾ മക്കൾക്കൊന്നും തന്നെ ഇടയ്ക്ക് വെക്കേഷൻ ആകുമ്പോൾ ഒന്ന് ഇവിടെ വന്ന് നിൽക്കാനൊക്കെ വീടായി. അപ്പോൾ ചെറിയൊരു കുടിരിക്കലായിരുന്നു കേട്ടോ. ആരും ഇല്ല, അധികം ആരും പറഞ്ഞിട്ടില്ല, കുറച്ച് വേണ്ടപ്പെട്ടവർ മാത്രം. അപ്പം ഇനി ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം ഇനി ഏട്ടനെ അങ്ങോട്ട് കുടുംബാടത്തേക്ക് പോകുമ്പോൾ കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്, റെയിൽവേൻ്റെ അവിടെ, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ പോവാം. അപ്പോൾ നാളെ പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, രാവിലെ എല്ലാവർക്കും പണിക്ക് പോകണവരല്ലേ. അപ്പോൾ പിന്നെ പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോഴേ നമ്മളതാ ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടോ. 6:30 ഇവിടെ ചെറുകര ഗേറ്റ് അടവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ട്രെയിനിൻ്റെ പണികളും ഇതൊക്കെ ആയിട്ട് നല്ല ഇടങ്ങറയിൽ ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി വിശേഷങ്ങളൊക്കെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.